ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് അമ്മ ഒരു പുതിയൊരു ഡിഷായിട്ടാണ് വന്നത്. ഡിഷല്ല, ഒരു സ്നാക്സ് ആണ്. എനിക്ക് കപ്പ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. സോ പച്ചക്കപ്പ നമ്മൾ വെട്ടി അങ്ങനെ വറക്കാറുണ്ട്. പക്ഷെ അത് ചില സമയത്ത് ഒരു ഭയങ്കര കട്ടിയായി ഇപ്പം കഴിക്കുമ്പം. സോ ഇത് അമ്മ എങ്ങനെ ഉണ്ടാകുന്നത് പറഞ്ഞാൽ അമ്മ പറയും ഉപ്പേരി കപ്പ ഉണ്ടാക്കുക. കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ പീസായിട്ട് കണ്ടിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വളരെ കട്ടി കുറഞ്ഞതിനെ അരിഞ്ഞ് വെച്ച് അതിനെ ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കും. ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിനെ കോരിയെടുത്ത് വെയിലത്ത് വെച്ച് നല്ലതായിട്ട് ഉണക്കിയിട്ട് ടിന്നിലടച്ച് വെക്കും. പിന്നെ ആവശ്യമുള്ളപ്പോൾ വെളിച്ചെണ്ണയിട്ട് നമ്മളതിനെ വറുത്ത് കോരും. അതാണ് ഉപ്പേരിക്കപ്പ. മറ്റേ കപ്പയ്ക്ക് ഭയങ്കര കട്ടിയാണ്, കടിക്കാൻ പറ്റും. അതിന്റെ പ്രിപ്പറേഷനിലാണ് ആ കപ്പ എല്ലാം വെട്ടിയിട്ടിട്ടുണ്ട്. അതിനെ ഇനി ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളയും. പിന്നെ അതിനെ കഴുകിയിട്ട് അതിനെ പീസായിട്ട് അരിയും. മെലിഞ്ഞ പീസായിട്ട് അരിഞ്ഞ് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് ഇച്ചിരി നേരം ഒന്നിട്ടിട്ട് അതിനെ കോരിയെടുത്ത് വെയിലത്ത് നല്ല ഉണക്കും. എന്നിട്ട് ട്രെയിനിൽ അടച്ച് വെക്കും. ആവശ്യമുള്ളപ്പോൾ എണ്ണയിൽ വറുത്ത് കോരും. അതാണ് ഉപ്പിടും ഒരു ശകലം ഉപ്പിടുക വെള്ളത്തിലോട്ടിടും. ആവശ്യമുള്ളപ്പോൾ വറുത്ത് കോരി തിന്നും. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒന്ന് ശ്രമിച്ച് നോക്കാം. എല്ലാവരും ശ്രമിച്ച് നോക്കാം. ഇതിനാണ് ഉപ്പേരിക്കപ്പ എന്ന് പറയും. മറ്റേത് കപ്പ ഉപ്പേരി സാധാരണ. ഇത് ഉപ്പേരിക്കപ്പ. ഉപ്പേരി പോലെ ആക്കി വെച്ചിട്ട് അതിനെ എണ്ണയിട്ട് കൂട്ടി നല്ല കർമ്മൂറായിരിക്കും. ഇതാ ഒന്നുകൂടെ ടേസ്റ്റി. പാടാ ഇതിൻ്റെ തൊലിയൊക്കെ കളയാൻ. അമ്മയുടെ ഡ്യൂട്ടി അമ്മ അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാണ് കപ്പ മുറിക്കാനുള്ള. ഇതെല്ലാം കഴിവെടുത്ത് ഇനി കുഞ്ഞായിട്ട് അരിയണം. വേവിച്ച് വെയിലത്തുണക്കണം. എന്നിട്ട് വെള്ളത്തിൽ ഒരുപാട് വേവിക്കില്ല. വെള്ളത്തിലാണോ വേവിക്കുന്നത്? പിന്നെ ആവി കൊടുക്കുമല്ലേ? വെള്ളത്തിൽ വേവിച്ച് ഊറ്റി വെയിലത്തോണം. വെള്ളത്തിൽ കോരിയിട്ട് വെയിലത്ത് നല്ല. എത്ര ദിവസം ഉണക്കണം വെയിലത്ത്? നല്ലതായിട്ട് ഉണങ്ങണം. എന്നാലും പിന്നെ നല്ലതായിട്ട് ഉണങ്ങണം. അല്ല കൊള്ളില്ല. നല്ല ഒരു ദിവസത്തെ വെയിലല്ല, 2 ദിവസത്തെ വെയിൽ കൊള്ളണം അല്ലേ? 2-3 ദിവസം വെയിൽ കൊള്ളണം. നല്ല വെയിലുണ്ടെങ്കിൽ 2 ദിവസം മൊത്തം കൊള്ളണം. പിന്നെ ഒരു കുറച്ച്. അങ്ങനെ ഉപ്പേരിക്കുള്ള കപ്പ കഴുകുവാണല്ല. കഴുകി വേണം ഇത് അരിയാൻ. നല്ലതായിട്ട് മണ്ണൊക്കെ പോയി. കുനിഞ്ഞും മറിഞ്ഞും ഇരുന്നും കഴുകുക അമ്മ കപ്പ. അങ്ങനെ കപ്പ എല്ലാം കഴിവ് എടുത്തിട്ട് അതിനെ അരിഞ്ഞെടുക്കുക. എങ്ങനെ അരിഞ്ഞ്, ഏത് സൈസിൽ അരിയുന്നത്? ചൂടെ ചെറുതാക്കി അരി. വായിക്കാത്ത കയറണ്ടേ? ഇങ്ങനെ ഉണ്ട് അങ്ങനെ. ഇങ്ങനെ ഈ സൈസ്. ഒത്തിരി വലുതായിപ്പോയി. ഇത് ഉണങ്ങി വരുമ്പോൾ ഒത്തിരി അങ്ങ് ചെറുതാവും. ചെറുതാവോ? എനിക്ക് തോന്നുന്നു ഇല്ല. ഉപ്പേരിക്കുള്ള കപ്പ അത് അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനിയും ചെറുതായിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കും. അതുകൊണ്ട് ആ പാത്രത്തിൽ അമ്മ കഴുകുക. പുഴുങ്ങിയെടുത്തിട്ട് അതിന് ഊറ്റി വെയിലത്തുണക്കും. അങ്ങനെ ഒരു വലിയ കലം വെച്ചിട്ടുണ്ട്, വെള്ളം നിറച്ച്. ഇതിനിയും വാട്ടിയെടുക്കും. പുഴുങ്ങുമല്ല, വാട്ടിയെടുക്കാൻ പോവാണ് ഈ കപ്പേനെ. അങ്ങനെയാണ് കപ്പ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഉപ്പേരിക്കപ്പ. വെള്ളം നല്ലതായിട്ട് തിളച്ചിനി അതിലോട്ട് ഈ കപ്പ അങ്ങ് ഇടുക, അരിഞ്ഞ് വെച്ചേക്കുന്നത്.
പാടുമ്പോൾ അതിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് നല്ലതായിട്ട് ഉണക്കിയിടും. 2-3 ദിവസത്തെ വെയിൽ വേണം, നല്ലതായിട്ട് ഉണങ്ങാം. ഓക്കെ. ആ, എന്നിട്ട് ടിന്നിലടച്ച് വെക്കും. വേണ്ടിയപ്പോൾ ഇനി ഒത്തിരി തിളക്കണ്ടല്ലോ, ചെറുതായിട്ട്. നല്ലതായിട്ട് തിളയ്ക്കണം. പിന്നെ ഒന്ന് വാടണം കപ്പ. ഓക്കെ. കപ്പയൊന്ന് വാടി കിട്ടണം. വാടി ഊറ്റി വെയിലത്ത് വെക്കണം. ആ, വാടി ഊറ്റി വെക്കണം. അപ്പം ഇങ്ങനെ ഉണക്കാൻ വെച്ച ഉപ്പേരി കപ്പ ഉണ്ടല്ലോ, അതിന് ഉപ്പേരി കപ്പ 2-3 ദിവസം നല്ല വെയിൽ ഒളിച്ച് ഉണക്കിയെടുത്തതിന് ശേഷം അത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഡബ്ബയിൽ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടിയപ്പം ഇച്ചിരി നമുക്ക് എപ്പോഴാണ് വേണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ഇല്ല, നിങ്ങൾക്ക് ഒരുമിച്ച് വറുത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വറുത്ത് വെക്കാം. അപ്പോൾ ഒരുമിച്ച് വറുത്ത് വെച്ചാൽ കനച്ച് പോലും, അതുകൊണ്ട് കുറച്ച് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വറുത്ത് വെക്കുക. ഇതിനി ഞങ്ങൾ എന്നാ വറുക്കുന്നതെന്ന് വെച്ചാൽ അന്ന് ഞാനൊരു ചെറുതായിട്ട് ഇതിന് ഉണങ്ങി കിട്ടണമല്ലോ 2 ദിവസം. ഇപ്പം ഇന്നലെ വെയിലുണ്ട്, ഇന്ന് മഴയാണ്. സോ ഇത് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഒരു ദിവസം വറുത്ത് ഞങ്ങൾ ഷോർട്സിൽ കാണിക്കാം എങ്ങനെ അത് ഉപ്പേരിക്കപ്പ വറുത്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉപ്പേരിക്കപ്പ ഉണ്ടാക്കാൻ നോക്കണേ. താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ് ടു പോഷൻ മലയാളി. ബൈ ബൈ. സി യു.